ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗെറ്റ് ജെമിനിഫൈഡ്. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ട്രെയിൻ ട്രിപ്പിന് പോവുകയാണ്. എൻ്റെ കസിൻസിനെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അവരുള്ളത് സെൻട്രലാൻഡ് ആണ്. അപ്പോൾ ഞങ്ങൾ സോ എക്സൈറ്റഡ് ആണ്. പാച്ചുവിൻ്റെ ആദ്യത്തെ ട്രെയിൻ ജേർണിയാണ്. അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു ടയർഡ്നെസ് ഉണ്ട്. ബിക്കോസ് ഇന്നലെ നൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് അധികം ഒന്നും ഉറങ്ങാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയൊരു ക്ഷീണം എനിക്കുണ്ട്. എങ്കിൽ കൂടിയും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ട്രെയിൻ ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല കാഴ്ചകളാണ്. അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും പാച്ചുകുട്ടിനെ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യണമെന്ന് ഒന്നും അറിയാൻ പാടില്ല. അവനെ കൊണ്ട് പോകുന്നതിന്റെ കാര്യം ഓർത്തിട്ടുള്ള ഒരു ചെറിയ എക്സൈറ്റ്മെന്റും ടെൻഷനും എല്ലാം ഉണ്ട്. അത്യാവശ്യം തണുപ്പുണ്ട് പുറത്ത്. എന്നാലും അവരെയൊക്കെ കാണാൻ പോവാണല്ലോ എന്നുള്ളതിന്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങള്. അപ്പോൾ ഒത്തിരി ദൂരമൊന്നുമില്ല, 2 hours, വിത്തിൻ 2 hours നമ്മൾ അവിടെ എത്തും. അപ്പോൾ അത്രേ ഉള്ളൂ. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഒരു ചെറിയ ട്രെയിൻ ജേർണി. അപ്പൊ ഞങ്ങൾ വേഗം പോയി റെഡി ആയിട്ട് വരാം. ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. ഇതേ അവസാനം പാച്ചുക്കുട്ടനെ റെഡിയാക്കി. നല്ല തണുപ്പുള്ളതുകൊണ്ട് ജാക്കറ്റും എല്ലാം ഇട്ട് നല്ല സെറ്റാക്കിയിട്ടാണ് പാച്ചുക്കുട്ടനെ റെഡിയാക്കിയത് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോഴത്തേ ഞങ്ങൾ സെറ്റായി റെഡി ആയിട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. ഫ്രണ്ടാണ് നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടനാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്. സ്റ്റേഷനിലെത്തും. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേഷനിലെത്തിയിട്ട് കാണാം. ഓക്കെ, സ്റ്റേഷനിലെത്തി നേരെ ഞങ്ങളിത് ടിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോയി. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ ബുക്ക് ചെയ്ത ട്രെയിൻ ക്യാൻസലാണെന്ന്. UK പിന്നെ ഇത് സ്ഥിരമാണ്. നമ്മൾ ട്രെയിനിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ട്രെയിൻ ക്യാൻസലാവാം. എന്തായാലും ഭാഗ്യത്തിന് ഞങ്ങൾക്ക് നെക്സ്റ്റ് ട്രെയിൻ അവൈലബിൾ ആയിരുന്നു. ഒരു അരമണിക്കൂർ നിൽക്കേണ്ടി വന്നു. അതിലൊന്ന് ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ അവിടെ സാന്റാക്ലോസും ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോഴത്തേട്ട് ഞങ്ങളുടെ ട്രെയിൻ എത്തി. ഞങ്ങളെപ്പോലെ തന്നെ പാച്ചുക്കുട്ടിന് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അവന് നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് സുഖമായിട്ട് അങ്ങനെ ഇരുന്നു. ഫസ്റ്റ് തന്നെ ട്രെയിൻ ഇറങ്ങി ഞങ്ങൾ ന്യൂകാസൽ സ്റ്റേഷനിലാണ്. അവിടെ നിന്നാണ് നമുക്ക് അടുത്ത മെട്രോ പിടിക്കേണ്ടത്. അപ്പം നേരെ നമ്മളൊരു കോഫി ഷോപ്പിൽ കയറി ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി ചൂടായിട്ട് നേരെ മെട്രോയിലേക്ക് പോയി. ഫൈനലി നമ്മൾ സെൻട്രലാൻഡിലെത്തി. നമ്മുടെ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയിട്ടൊരു 2 minutes വീട്ടിലായിട്ടുള്ളത്. സമയം ഒരു 4:45 പക്ഷേ ഇപ്പോൾ UK ഒരു 4 മണിക്ക് മുമ്പേ ഇരുട്ടുന്നതുകൊണ്ട് നല്ലോണം ഇരുട്ടിയായിരുന്നു ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും. അങ്ങനെ ഒരു 2.5 മണിക്കൂറും കൊണ്ട് നമ്മൾ വീട്ടിലെത്തി. സോ ഗൈസ്, ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ കസിൻസിന്റെ വീട്ടിൽ ഞങ്ങൾ എത്തി. ആക്ച്വലി വേറെ 2 മണിക്കൂർ ഉണ്ടായിരുന്നോളെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ പാച്ചപ്പെട്ട ഒരു സീനൊന്നും ഉണ്ടാക്കിയില്ല. നല്ല ഗുഡ് ബോയ് ആയിരുന്നു. പിന്നെ നേരെ ചായയൊക്കെ കുടിച്ച് ചെറിയൊരു വിശ്രമമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും സമയം ഏകദേശം 12 മണിയായി. നമ്മുടെ കസിൻ സിസ്റ്റേഴ്സ് 2 പേരും എഡിൻബ്രയിൽ നിന്ന് ബസ് സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ പോയി. ഫസ്റ്റ് ടൈം കേട്ടോ ഞാൻ അവരെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെയും കൊണ്ട് നേരെ വീട്ടിലേട്ടെത്തി. ചേച്ചിയുടെ ഒക്കെ അടിപൊളി ചിക്കൻ മന്തിയായിരുന്നു കേട്ടോ അവിടുത്തെ സ്പെഷ്യൽ. ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. വർത്താനമൊക്കെ കഴിഞ്ഞ് രാത്രി കിടന്നപ്പോൾ നല്ലോണം ലേറ്റായി. അതുകൊണ്ട് എല്ലാവരും രാവിലെ വൈകി എണീറ്റേ. ഒരു 9:30-10 മണിയൊക്കെ ആയി. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ പ്ലാനിങ്ങിലായിരുന്നു എല്ലാവരും. പാച്ചുക്കുട്ടൻ രാവിലെ തൊട്ട് വണ്ടർ അടിച്ചിരിക്കുകയായിരുന്നേ. ഫുൾ ഓഫ് സർപ്രൈസസ് ആയിരുന്നു അവന്. അവനെല്ലാവരും മാറി മാറി എടുത്ത് കളിപ്പിക്കേണ്ട തിരക്കിലായിരുന്നു കേട്ടോ രാവിലെ തൊട്ട്. ഞങ്ങളെ 2 പേരെയും മാത്രം എന്നും കണ്ട് മടുത്തിരുന്ന അവന് ഇന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഒത്തിരി പേരെ കണ്ടതിൻ്റെ സന്തോഷം അവന് കാണാനുണ്ടായിരുന്നു. ചേട്ടായി അങ്ങനെ അവനെയും കൊണ്ട് കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ കറങ്ങാൻ കൊണ്ടുപോയി. കറങ്ങാൻ പോകണമെന്ന് അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൻ്റെ കൂടെ ഞാനും പുറത്തിറങ്ങി കേട്ടോ. അപ്പോഴാണ് ഓർത്തത് കഴിഞ്ഞ വർഷം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ടൈം
സണ്ടർലാൻഡിലെത്തിയപ്പോൾ ചേട്ടായി ചേച്ചി ഞങ്ങളെ കൊണ്ടൊരു ആപ്പിൾ മരമൊക്കെ നടിയിച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഒരു പുരോഗമനവും ഇല്ലാതെ വാടി നിൽക്കുന്നതായിട്ട് കണ്ടത്. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തൊക്കെ പോകാനായിരുന്നു കേട്ടോ പ്ലാൻ. പക്ഷേ ക്ലൈമറ്റ് ഒട്ടും സമ്മതിച്ചില്ല. നല്ല തണുപ്പായിരുന്നു പുറത്ത്. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു, പക്ഷേ ഒരു മാറ്റം ഉണ്ടായില്ല. പാച്ചിക്കുട്ടിനെയും കൊണ്ട് എന്തായാലും പുറത്ത് പോകാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു. അങ്ങനെ ചേട്ടായി ഇച്ചായനും കസിൻ സിസ്റ്റേഴ്സും കൂടെ കൂടി പുറത്തൊക്കെ പോയി. അവർ കുറേ സ്ഥലങ്ങളിൽ ചുറ്റി കറങ്ങിയിട്ടാട്ടോ വന്നേ. അതിൻ്റെ നല്ല അസൂയയിലായിരുന്നു ഞാൻ. എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു പോകാൻ പറ്റാത്തതിൽ. Of course. ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എന്തായാലും ഒന്ന് പുറത്തിറങ്ങാമെന്ന്. അങ്ങനെ ഞാനും ചേച്ചിയും കുഞ്ഞും കൂടി ഞങ്ങളൊന്ന് പുറത്ത് നടക്കാനിറങ്ങി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ കടകളൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ബിയാൻഡം എന്ന് പറയുന്ന സ്റ്റോർ വരെ ഒന്ന് പോവാം. പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ലായിരുന്നു, പക്ഷേ ഒന്ന് ചുറ്റിക്കറങ്ങി. അവിടെ ക്രിസ്മസിൻ്റെ സാധനങ്ങളും എല്ലാം ഡെക്കറേഷൻ ഐറ്റംസും അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ എല്ലാം ഒന്ന് കറങ്ങി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മളിങ്ങനെ വീട്ടിൽ തിരിച്ചു പോന്നു. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവരും എല്ലാം കറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്തായാലും തിരിച്ചു പോകാനും പിറ്റേ ദിവസം വെച്ചാൽ ഡ്യൂട്ടിക്ക് കയറാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ പോകാൻ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. പാച്ചിക്കുട്ടനെ എല്ലാവരുമായിട്ടൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകാൻ ഇറങ്ങാറായി. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എല്ലാവരും കൂടി ഞങ്ങളെ അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ട്രെയിൻ കയറി നേരെ ഞങ്ങൾ കാർലൈലൊരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഈ കൊച്ചു യാത്രയുടെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.